ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ SKSFിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ശ്രീ സഹീർ പി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനരായ ശ്രീ കബീർ ദാരിമി, സുഹൈർ എജി, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വെസ്റ്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ PC ഇസ്മായിൽ, അതുപോലെ ഉമ്മർ മൗലവി, ബാക്കി ഇവിടെയുള്ള മറ്റ് വ്യക്തിത്വങ്ങളെ, ഈ പള്ളിമുറ്റത്ത് ഇത് 3ാമത്തെ തവണയാണ് ഞാൻ വരുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ ഈ നാട്ടിൽ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് കഞ്ചാവ് കേസ് കൂടി ഓടിയപ്പോൾ ഈ പള്ളി കമ്മിറ്റി പോലീസിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു യോഗത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയും ഞങ്ങളുടെ വരികയും ചെയ്തിരുന്നു. അതിനുശേഷം ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഇവിടെ എട്ടാം വേണ്ടി ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ 3ാമത്തെ തവണയാണ് ഈ മോക്കോട് പള്ളിയിൽ വരാൻ കഴിഞ്ഞത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ ഇവിടെ ലഹരിക്കെതിരെ അല്ലെങ്കിൽ അതിനെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ് പോലെ സംസാരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ലഹരിക്കെതിരെ എന്നുള്ള ഒരു ബോധവൽക്കരണം നമ്മളൊരു കുട്ടി ജനിച്ച് വളരുന്ന തിരിച്ചറിവുണ്ടാകുന്ന പ്രായം മുതൽ തുടങ്ങേണ്ട ഒന്നാണ്. അത് അങ്ങനെ ഒരു ബോധം നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്ക് 90% 99% പേർക്കും ലഭിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരികളോ വന്ന്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന നോളജുള്ള ഒരാൾ വന്ന് അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് പറഞ്ഞ് ആളുകളെ തിരുത്തുന്ന ഒരു പ്രക്രിയ അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത്. ബോധവൽക്കരണം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്. അതായത് ഒരു കുട്ടി വളർന്നു വരുന്ന ആ ചെറുപ്രായം മുതൽ തന്നെ നമ്മൾ നന്മയും തിന്മയും എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, തെറ്റും ശരിയും എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികളോട്, നമ്മുടെ കുഞ്ഞുമക്കളായിരിക്കുമ്പോൾ തന്നെ അവരുടെ ചെവിയിൽ നമ്മൾ ഈ ലഹരിയുടെ വിപത്തിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കണം. അതായത് ഒരുപാട് മുതിർന്നു കഴിഞ്ഞ് യൗവനം എത്തിക്കഴിഞ്ഞ ശേഷം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നതുകൊണ്ട് അത്ര ഫലവത്താവില്ല. അപ്പൊ പൊതുവേ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുള്ള ഒരു തലമുറയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഞാൻ ഈ തിക്കാരിക്കൽ സ്റ്റേഷൻ മാത്രമല്ല, പല ജില്ലകളിലും പല പോലീസ് സ്റ്റേഷനിലും ജോലി ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലക്ക് നമ്മുടെ നോക്കോടും അല്ലെങ്കിൽ തിക്കാരിക്കൽ പോലീസ് സ്റ്റേഷൻ പരിസരം പൊതുവെ ഈ സ്റ്റേഷൻ പരിധി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്ന പോലെയുള്ള മാരക ലഹരി മരുന്നുകളുടെ ഒക്കെ സാന്നിധ്യം വളരെ വളരെ കുറവായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. എന്നാൽ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. അപ്പം അവയെ കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മളെല്ലാവരും കൂടി നടത്തുന്നത്. അതിനുവേണ്ടി ഈ നോക്കോട് ജമാഅത്ത് കമ്മിറ്റിയും അതുപോലെ ഈ പള്ളി അധികാരികളും ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അതിനുള്ള അവരുടെ താല്പര്യം എന്ന് പറയുന്നത് വളരെ മറ്റുള്ള എല്ലാവരും മാതൃകയാക്കേണ്ടതാണ്. കാരണം ഞാൻ ഒരു ആരാധനാലയത്തിലും ഇത്ര ഒരു പോലീസിന്റെ ഒപ്പം ചേർന്നുകൊണ്ട് ലഹരിക്കെതിരെ ഇത്ര ശക്തമായി നിലപാടെടുക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഒരു പള്ളി കമ്മിറ്റിയോ ഒരു ജമാഅത്ത് കമ്മിറ്റിയോ കണ്ടിട്ടില്ല. ആ നിലയ്ക്ക് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് നിങ്ങൾ എപ്പോഴും കാഴ്ചവെക്കുന്നത്. പറയുമ്പോൾ അവരത് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് അവരത് കണ്ടുപിടിക്കും, പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കും. അവർ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി അവർക്ക് ഇട്ടുകൊടുക്കുന്നില്ല. നമ്മൾ പറയുന്നത് പൊതുവെ നമ്മളൊരു നിലപാട് എന്ന് പറയുന്നത് ഈ ലഹരി ഏത് ഉപയോഗിച്ചാലും അത് സർവനാശമാണെന്നുള്ളതാണ്. പോലീസിന്റെ ഒരു വ്യൂവിൽ അല്ലെങ്കിൽ ഒരു ആംഗിളിൽ നിന്നുള്ള മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതൊരു എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പൊതുവെ പോലീസ് കാണുന്നത് അല്ലെങ്കിൽ നിയമം കാണുന്നതെന്ന് വെച്ചാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അത് വിൽപ്പന നടത്തുന്നതും അത് ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ വളരെ ഗുരുതര സ്വഭാവമുള്ള കുറ്റങ്ങളുടെ പട്ടികയിലാണ്. നമ്മളിപ്പോ പലതരത്തിലുള്ള കുറ്റങ്ങളുണ്ട് നമ്മുടെ നിയമത്തിൽ. ഇപ്പോൾ രണ്ടുപേരും അടിപൊളി കൂടിയാലൊരു കുറ്റമാണ്, അല്ലെങ്കിൽ വേറെ ആളെ ചിത്ത പറഞ്ഞാലൊരു കുറ്റമാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ചതി ചെയ്താൽ പണം വാങ്ങി കൊടുത്തില്ലെങ്കിൽ ചതി ചെയ്താലൊരു കുറ്റമാണ്. അങ്ങനെയുള്ള വിവിധ കുറ്റങ്ങളുടെ കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടിയൊക്കെ കൂടുതൽ ഗൗരവമുള്ള ശിക്ഷയും ഗൗരവമുള്ള ഗ്രാവിറ്റി ഉള്ള കുറ്റമായിട്ടാണ് ലഹരി കേസുകളെ നിയമം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശിക്ഷയും വളരെ കടുപ്പമുള്ളതാണ്. അതായത് ഒരു ഇപ്പോൾ കേസുകൾ ഇപ്പോൾ നമ്മൾ ഒരു കേസിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചെടുക്കുന്ന ലഹരിയുടെ അളവിനനുസരിച്ചാണ്. ഇപ്പോൾ 10 ഗ്രാം കഞ്ചാവാണ് പിടിച്ചതെങ്കിൽ ശിക്ഷ കുറവായിരിക്കും. എന്നാൽ 20 കിലോയിൽ മേലെ അല്ലെങ്കിൽ 50 കിലോയോ 100 കിലോ കഞ്ചാവാണ് പിടിച്ചതെങ്കിൽ ശിക്ഷ അതിനനുസരിച്ച് കൂടും. അപ്പം പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷം തടവാണ്. നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ
ലഹരി കടത്തുന്ന ആളുകൾക്ക് 20 വർഷം വരെ ഉള്ള ശിക്ഷയാണ് നമ്മുടെ നിയമം വിഭാവനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു കൊലക്കേസിൽ ഉൾപ്പെടുന്ന ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. അത് 12 വർഷമാണെന്നാണ് നമ്മൾ പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതിലും അധികം ശിക്ഷയാണ് ലഹരി മരുന്ന് കടത്തുന്ന കേസിൽ പെടുന്ന ആളുകൾക്ക് നിയമം പറയുന്നത്, 20 വർഷം തടവ്. അപ്പൊ ആലോചിച്ച് നോക്കുക, അപ്പൊ എത്രമാത്രം ഗൗരവമായിട്ടാണ് ഇതിനെ കാണുന്നതെന്ന്. ഈ തടവ് ശിക്ഷ കിട്ടുന്നതെന്ന് പറയുന്നത് ഓരോ അളവിനനുസരിച്ചാണ്. ഇപ്പൊ ഓരോ ഇപ്പം കഞ്ചാവിന്റെ അളവല്ല, കഞ്ചാവ് 20 കിലോ കൈവശം വെച്ചാലാണ് 20 കിലോയോ അതിൽ കൂടുതലോ കൈവശം വെച്ചാലാണ് 20 വർഷം തടവ് കിട്ടുന്നതെങ്കിൽ MDMA എന്ന് പറയുന്ന മയക്കുമരുന്ന് 20 കിലോ ഒന്നും വേണ്ട, 8 ഗ്രാം വെച്ചാൽ മതി. അത് നമുക്കറിയാം, 1 ഗ്രാം എന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു 8 ഗ്രാമാണ് 1 പവൻ സ്വർണം. അതായത് 1 പവൻ സ്വർണത്തിന്റെ അത്രയും കനത്തിലുള്ള ഭാരമുള്ള 8 ഗ്രാം MDMA കൈവശം വെച്ചാൽ അയാൾ അല്ലെങ്കിൽ അത് സൂക്ഷിച്ചാൽ 20 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റമായി മാറും. അപ്പൊ അത്രയധികം. അപ്പൊ ഓരോ കഞ്ചാവിന്റെ അല്ലെങ്കിൽ ലഹരി വസ്തുവിന്റെ ഐറ്റം അനുസരിച്ച് അതിന്റെ ശിക്ഷ മാറും. ഇപ്പൊ വേറെ പലതരത്തിലുള്ള ഇതേപോലുള്ള ഹാഷിഷ്, ഹെറോയിൻ, അങ്ങനെ പല 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 തരത്തിലുള്ള മയക്കുമരുന്നുണ്ട്. അപ്പൊ ഓരോന്നിനും ഇതിന്റെ അളവും ശിക്ഷയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ കഞ്ചാവാണ് പൊതുവെ അതിനകത്ത് കുറെ കൂടുതൽ കിലോ വേണ്ടത്. 20 കിലോ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വാണിജ്യ അല്ലെങ്കിൽ വിൽപ്പനക്കുള്ള എന്നുള്ള രീതിയിലേക്ക് വരുള്ളൂ. അപ്പൊ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ ശിക്ഷ വളരെ കടുപ്പമുള്ളതാണ് ഒന്ന്. രണ്ടാമത് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഒരാൾ ഒരു ലഹരി കേസിൽ ഉൾപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മയക്കുമരുന്നുമായി വിൽക്കോ ഒലിക്കോ ആയിട്ട് ബന്ധപ്പെട്ട് പിടികൂടപ്പെട്ടാൽ പോലീസ് അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമല്ലോ. ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി അയാളുടെ ഒരു പ്രൊഫൈല് പോലീസിന്റെ രേഖകളിൽ സൃഷ്ടിക്കപ്പെടും. പ്രൊഫൈൽ എന്ന് പറയാറിയാലോ, ഇനിയിപ്പോ എത്ര വർഷം കഴിഞ്ഞാലും അയാൾ ആ പ്രൊഫൈൽ എവിടുന്ന് എവിടുന്ന് നോക്കിയാലും അയാളെ കേസ് ഉൾപ്പെട്ടിരുന്നുള്ള അയാൾ ലിസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് ഏത് കേസിൽ പെട്ടായാലും ആ കേസിന്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അയാളെ പിന്നീട് പോലീസ് വാച്ച് ചെയ്യും. ആ വാച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കും. അതിന്റെ ഒരു ആക്ഷൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അയാൾ എപ്പോഴും ഒരു ഒബ്സർവേഷനിലായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് രണ്ടാമതായിട്ട് ഇത് ഗൗരവത്തെ നമ്മൾ കാണുന്നത്. കാരണം ഇത് ഇപ്പോ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞാൽ ഓരോ ദിവസം കൂടിത്തോറും നമ്മുടെ നാട് കേരളമായാലും ഇന്ത്യയിലും എടുക്കുമ്പോൾ വർഷം കൂടുന്തോറും ഇതിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെ? അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു ക്ലാസ്സിലൂടെ വെച്ചത്. കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെ തടയാൻ വേണ്ടി പോലീസ് എല്ലാവിധ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കേസ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അയാൾ പ്രൊഫൈൽ ഉണ്ടാക്കും. അയാളുടെ ഫോട്ടോ, അയാളുടെ ഫുൾ അഡ്രസ്, അയാളുടെ ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ അയാളുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് പോലീസ് പ്രൊഫൈൽ ഉണ്ടാക്കും. പിന്നെ അയാൾ ഫുൾ നിരീക്ഷണത്തിലായിരിക്കും. അയാൾ വീണ്ടും നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളുകൾ മയക്കുമരുന്ന് മാഫിയായിട്ട് വീണ്ടും ബന്ധപ്പെടുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു. അപ്പൊ ഒരു വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ഒന്ന് വളരെ സീരിയസ് ആയ ഒരു ക്രൈമാണ്. പിന്നെ ഒരിക്കൽ കേസ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിന്റെ ഒരു നിരീക്ഷണം എപ്പോഴും അയാളുടെ ലൈഫ് ടൈം ഉണ്ടാവും എന്നുള്ളതാണ് 2 കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് പൊതുവെ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അതിന് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് തിരിച്ച വ്യക്തിയെ കൊണ്ടുവരാനുള്ള സംഗതി പോസിബിലിറ്റികൾ വളരെ കുറവാണ്. ചികിത്സിച്ച് ഈ ലഹരിയിൽ നിന്ന് പിന്മാറാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത വളരെ 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 സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ ഇത് അത്രയധികം അഡിക്ഷൻ ഉണ്ടാക്കും. നമ്മൾ മദ്യം കഴിക്കുന്ന ഒരാളെ പോലെ അല്ല. മദ്യം കഴിച്ചിട്ട് ഒരാളെ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഈ മാരക ലഹരി മരുന്നിനൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അയാൾ അകാലത്തിൽ മരിക്കും, അല്ലെങ്കിൽ അയാളുടെ രോഗം വന്ന് മരിക്കും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദുർമരണമായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. അപ്പൊ അയാൾ ഈ അവസാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ചുറ്റുമുള്ള തലമുറ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ എല്ലാം താറുമാറാക്കിയിട്ടായിരിക്കും അയാൾ കടന്നു പോവുക. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു തവണ പോലും, ഒരു രസത്തിന് പോലും ഈ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറാവാൻ പാടില്ല. അത്രയധികം നമ്മള് പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ട്. ഒരു തവണ പോലും, ഒരു കൗതുകത്തിന് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഇതിലേക്ക് ആകർഷിച്ചാകുന്നത് 2-3 സാഹചര്യങ്ങളിലാണ്. ഒന്ന്, അവരുടെ കൂട്ടുകാർ അവരെ നിർബന്ധിക്കുമ്പോൾ അവർ പറയും ഒറ്റ തവണ ഉപയോഗിക്കുക, രസമല്ല, എന്താണെന്ന് അറിയാലെന്നുള്ള. അപ്പൊ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കും. 2, ഇങ്ങനെ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഹോസ്റ്റലിലേക്ക് വന്നിട്ട് താമസിക്കുമ്പോൾ സുഹൃത്തുക്കളുമായുള്ള സമ്പർക്കം വഴി അത് ഏതെങ്കിലും ഒരു സുഹൃത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉപയോഗിക്കും. നമുക്ക് വെറുതെ നിശ്ചയിച്ചാൽ അങ്ങനെ 2-3 കോണ്ടസ്റ്റിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളുടെ കുട്ടികളോട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറുപ്രായം മുതൽ തന്നെ അവർക്ക് ഇതിന്റെ നന്മയും തിന്മയും ശരിയും തെറ്റും അതിന്റെ അപകടം എന്താണെന്നൊക്കെ നമ്മൾ ബോധവൽക്കരിച്ച് അവരെ നമ്മളുടെ പ്രവൃത്തിയിലൂടെയും നമ്മളുടെ വാക്കുകളിലൂടെയും കുട്ടികളെ നമ്മൾ ബോധവൽക്കരിച്ച് വേണം ഓരോ
ചെറുപ്രായം മുതലേ തന്നെ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലുതാകുമ്പോൾ യാതൊരു റിസ്കുമില്ല, അവരൊരിക്കലും അങ്ങനെയുള്ള ലോകത്തേക്ക് പോകില്ല. ഇപ്പൊ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം എല്ലാവരും തന്നെ ഈ ലഹരിയുടെ അപകടം അറിയാത്തതുകൊണ്ടല്ല അത് ഉപയോഗിക്കുന്നത്, പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം അവരെ അതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കി അതിന്റെ ഭീകരത ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പൊ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അപകടമാണെന്ന് അറിഞ്ഞാലും അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അഡിക്ഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ല അടിമ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ അവരെ തടയാവുന്നതാണ്.